ഈ പരനാറിയായ ഈ ലഹരിയോട് നമുക്ക് പറയാം കടക്കൂ പുറത്തു വന്നു. പരനാറിയായ ഈ ലഹരി പദാർത്ഥങ്ങൾക്കോട് പറയാം കടക്കൂ പുറത്ത്, കടക്കൂ പുറത്ത്, കടക്കൂ പുറത്ത്. നമുക്കെല്ലാം കൂടി ഇക്കാര്യത്തിൽ ഒന്നിക്കുവാനുള്ളൊരു സംവിധാനം ഇവിടെ ഉണ്ടാകണം. പാർട്ടി വിടണം. ലഹരിക്ക് പാർട്ടി ഒന്നുമില്ല. എന്തുകൊണ്ട് നമുക്ക് ഒന്നിച്ചുകൂടാ? എന്തുകൊണ്ട് നമുക്ക് കൈകോർത്ത് പിടിച്ചതിനെ എതിർത്തുകൂടാ? എന്തുകൊണ്ട് ഒന്നിച്ചുകൂടുന്ന ഒരു തീരുമാനം എടുത്ത് നടപ്പിലാക്കാൻ ശ്രമിച്ചുകൂടാ? അവിടെയാണ് ചിന്തിക്കേണ്ടത്. അത് ജന്മഭൂമി പോലുള്ള പത്രങ്ങൾ മുൻകൈ എടുത്തതിൽ എനിക്ക് സന്തോഷമുണ്ട്. അതുപോലെ മറ്റു പത്രമാധ്യമങ്ങളും മുന്നോട്ട് വരണം. അവരും തീരുമാനമെടുക്കണം. ഈ രാജ്യമാകെ ഈ സന്ദേശം അങ്ങനെ പടരണം. ഇവിടെ എഴുതി വച്ചിരിക്കുന്ന സന്ദേശം ഉണരാം ലഹരിക്കെതിരെ എന്നാണ്. പക്ഷെ ഞാൻ മറ്റൊരു സന്ദേശമാണ് പറയുന്നത്. ഈ പരനാറിയായ ഈ ലഹരിയോട് നമുക്ക് പറയാം കടക്കൂ പുറത്തു വന്നു. പരനാറിയായ ഈ ലഹരി പദാർത്ഥങ്ങൾക്കോട് പറയാം കടക്കൂ പുറത്ത്, കടക്കൂ പുറത്ത്, കടക്കൂ പുറത്ത്. ഏതായാലും നല്ല കാര്യം, നിങ്ങളൊക്കെ ഇത് ബോധപൂർവം വന്ന് കേട്ടിരുന്നത് കൊണ്ട് മാത്രമല്ല, നിങ്ങളുടെ കുടുംബത്തിൽ ആദ്യം തുടങ്ങണം. നമ്മുടെ കുട്ടികൾ പുറത്തു പോകുമ്പോൾ അവൻ എവിടെ പോകുന്നു നമ്മൾ മനസ്സിലാക്കണം. അവൻ തിരിച്ചു വരുമ്പോൾ അവൻ്റെ മുഖത്തിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ, അവൻ്റെ ബാഗിൽ എന്തെങ്കിലും അധികമായി വെച്ചിട്ടുണ്ടോ എന്ന് അമ്മയോ അച്ഛനോ പരിശോധിക്കണം. അവനറിയരുത്. കണ്ടുപിടിക്കുമ്പോൾ പ്രശ്നങ്ങളാവും അറിയാം. അപ്പം അവരെ നമ്മൾ ഫോളോ ചെയ്യണം. അവിടെയാണല്ലോ തുടങ്ങുന്നത്. MDMA ഒക്കെ പറഞ്ഞ ഇദ്ദേഹത്തിന് ഭീകരാവസ്ഥ ഓരോ ഞാനും പേടിച്ചിരിക്കുക. എന്നോട് ഇതൊക്കെ ഒരു 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 മുട്ട് തൂരിയുടെ ആ മുട്ടിനോട് വലുപ്പമുള്ള ഒരു സാധനമാണ് MDMA വായിലിട്ടാൽ നമ്മളൊക്കെ പെണ്ണുങ്ങളൊക്കെ അപ്സരസുകളായിട്ട് തോന്നും. ഇവരൊക്കെ മോഹൻലാലായിട്ടും മമ്മൂട്ടിയായിട്ടൊക്കെ തോന്നുന്നതൊക്കെ പറയുമ്പോൾ അതൊരു വല്ലാത്ത ലഹരിയാണ്. നേരത്തെ ക്ഷമിക്കുകയോ അത് കഴിക്കാനൊന്നും ശ്രമിക്കരുത്. അതുപോലെ ഇപ്പോൾ എന്താണ് മാജിക് മഷ്റൂം. ഞാൻ അതിനെക്കുറിച്ച് അന്വേഷിച്ചു. എന്താണ് മാജിക് മഷ്റൂം എന്ന് പറഞ്ഞാൽ മറ്റേ കുമിൾ മാജിക് മഷ്റൂം എന്ന് പറഞ്ഞാൽ അങ്ങനെ വിഷമുള്ള ഒരു കുമിളുണ്ട്. അത് ശരിയാ, നമ്മുടെ ഇടയിലൊക്കെ വായിക്കണം. അത് വരെ ഉപയോഗിച്ചിരിക്കുക. വേറൊരു സാധനമുണ്ട്, നാക്കെ ഒട്ടിച്ച് നടന്നാൽ മതി, ഒന്നും അറിയത്തില്ല. എന്തെല്ലാം വിചിത്രമായ കാര്യങ്ങളാണ് നമ്മൾ ചുറ്റും നടക്കുന്ന ആലോചിക്കുന്നത്. സത്യമായ സങ്കടം തോന്നുന്നു. അതുകൊണ്ട് എൻ്റെ സുഹൃത്തുക്കളെ, ജാതിമത ഭേദമന്യേ, രാഷ്ട്രീയ ഭേദമന്യേ ഇതിനെക്കുറിച്ച് ചർച്ചയാണ്. അദ്ദേഹം പറഞ്ഞതുപോലെ ചെറിയ ഗ്രൂപ്പുകളിൽ, ചെറിയ ക്ലബ്ബുകളിൽ, ചെറിയ കൂട്ടായ്മകളിൽ ഇതെല്ലാം വെറുതെ വിഷയമെടുത്തിട്ടുണ്ട്. സംസാരിക്കണം, നമുക്ക് തീരുമാനമെടുക്കാം. ഈ വെള്ളനാട് പ്രദേശത്ത് പഞ്ചായത്തുകാരുൾപ്പെടെയുള്ള പഞ്ചായത്തിൻ്റെ അധികാരികളുണ്ടോ എന്ന് എനിക്കറിയില്ല. തീരുമാനമെടുക്കും. നമുക്ക് ഈ പ്രദേശത്തെ ലഹരി വിമുക്ത ഗ്രാമമായി മാറ്റാം. ഒരു തീരുമാനമെടുക്കട്ടെ. മെമ്പർമാരെല്ലായിടത്തും പോയി പ്രസംഗിക്കട്ടെ. അതിന് എല്ലാ പാർട്ടികളും ഒന്നിച്ചു കൂടട്ടെ. അതുപോലൊരു പ്രവർത്തന ശൈലി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളെല്ലാവരും ഈ ലഹരി വിരുദ്ധ പ്രചാരകമായിട്ട് മാറണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ജയ് ഹിന്ദ്.